Hi dear students, ഇവിടെ ബിടെക് ഫസ്റ്റ് ഇയറിലെ ഗ്രൂപ്പ് എ 2024 സ്കീം അനുസരിച്ച് ഗ്രൂപ്പ് എയുടെ കെമിസ്ട്രി ഫോർ ഇൻഫോർമേഷൻ സയൻസ് ആൻഡ് ഇലക്ട്രിക്കൽ സയൻസ് എന്ന സബ്ജക്റ്റാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ കോഴ്സ് കോഡ് വരുന്നത് GXCYT 122 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. KTU പുറത്തുവിട്ട മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളെ കയ്യിലൊരു സാമ്പിളും ഇല്ല. 2024 സ്കീമാണ്. അതുകൊണ്ട് റിവൈസ്ഡ് ആയിട്ടൊരു പുതിയ സ്കീമായത് കാരണം തന്നെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. KTU പുറത്തുവിട്ടിരിക്കുകയാണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. ഇവിടെ ഈ ഒരു പേപ്പർ ടോട്ടൽ 100 മാർക്കിനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ 40 മാർക്സ് നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ സ്കോർ ചെയ്തിരിക്കുകയാണ്. കോളേജിൽ നിന്ന് ഇൻറ്റേർണൽ അസസ്മെൻ്റ് ആയിട്ട് ഔട്ട് ഓഫ് 40 മാർക്ക് നിങ്ങളുടെ കയ്യിലുണ്ട്. ബാക്കിയുള്ള 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾ എൻഡ് സെമസ്റ്റർ എക്സാമിന് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മുടെ ഈ സബ്ജക്റ്റിൽ 4 മൊഡ്യൂൾസ്, മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4 എന്നുള്ള 4 മൊഡ്യൂൾസ് ആണുള്ളത്. ഇവിടെ ഓരോ മൊഡ്യൂളിൽ നിന്നും 15 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ് ചോദിക്കുക എക്സാമിന്. അതുകൊണ്ട് തന്നെ ഒറ്റ മൊഡ്യൂളിനും പ്രയോറിറ്റി കുറച്ചിട്ടോ പ്രയോറിറ്റി കൂട്ടിയിട്ടോ പഠിക്കാനോ അത് ഒഴിവാക്കാനോ ഒമിറ്റ് ചെയ്യാനോ കഴിയില്ല. ഓരോ മൊഡ്യൂളിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. 15 മാർക്സ് നിങ്ങൾ സ്കോർ ചെയ്യാനുണ്ട് ഓരോരോ മൊഡ്യൂളിൽ നിന്നും. ഇവിടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പറയുകയാണെങ്കിൽ പാർട്ട് എ, പാർട്ട് ബി എന്ന 2 പാർട്ടായിട്ടാണുള്ളത്. ഇതിൽ പാർട്ട് എയിലും ആൻസർ ആൾ ക്വസ്റ്റ്യൻസ്, ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 3 മാർക്സ്. പാർട്ട് ബി ആൻസർ എനി 1 ഫുൾ ക്വസ്റ്റ്യൻ ഫ്രം ഈച്ച് മൊഡ്യൂൾ എന്നാണ്. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 9 മാർക്സ്. അപ്പോൾ ഈ പാർട്ട് എയിലുള്ള ആൻസർ ആൾ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതിൽ ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്കാണ്? 3 മാർക്ക്. ഇവിടെ ഓരോ മൊഡ്യൂളിൽ നിന്നും 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് വെച്ചിട്ട് അങ്ങനെ ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ 3 മാർക്ക് വീതം വെച്ച് 6 മാർക്ക്. അങ്ങനെ 4 × 6 24 മാർക്സാണ് പാർട്ട് എ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ ഉണ്ടാവുക. അത് കമ്പൽസറി ആയിട്ട് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിരിക്കണം. ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാം ഓരോ ക്വസ്റ്റ്യൻ്റെ നേരെ അതിൻ്റെ മാർക്ക്. ഇതിൻ്റെ CO എന്ന് പറഞ്ഞ കോഴ്സ് ഔട്ട്കമാണ്. ആ കോഴ്സ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ 1, 2 മൊഡ്യൂൾ 2, 3 എന്നുള്ളത് മൊഡ്യൂൾ 3, 4 എന്നുള്ളത് മൊഡ്യൂൾ 4. അങ്ങനെ ഏത് മൊഡ്യൂളിൽ നിന്നുള്ളതാണ് ഈ CO എന്ന് കൊടുക്കുന്നത്. ദെൻ മാർക്സ് 3 എന്ന് കൊടുക്കുന്നത് ഓരോ ക്വസ്റ്റ്യനും ക്യാരി ചെയ്യുന്ന മാർക്സാണ്. അവിടെ ഈ പാർട്ട് എയിൽ ടോട്ടൽ 24 മാർക്സ്. ദെൻ ഗോയിങ് ടു പാർട്ട് ബി. പാർട്ട് ബിയിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം 5, 4, 6, 3 ഇങ്ങനെയൊക്കെ സ്പ്ലിറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഒരു ക്വസ്റ്റ്യന് ടോട്ടൽ 9 മാർക്സിൻ്റെയാണ് ഓരോ മൊഡ്യൂളിൽ നിന്നും നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത്. ഇവിടെ 9ാമത്തെയും 10ാമത്തെയും മൊഡ്യൂൾ 1 എന്നുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് ആൻസർ എനി 1 ഫുൾ ക്വസ്റ്റ്യൻ ഫ്രം ഈച്ച് മൊഡ്യൂൾ, ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 9 മാർക്സ്. ഇങ്ങനെയെന്ന് വെച്ചാൽ എന്താ? ഒരു 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 9ാമത്തെ ക്വസ്റ്റ്യനിൽ എ പാർട്ട് മീൻസ് എ ഉണ്ട്, സബ് ക്വസ്റ്റ്യനായിട്ട് ബി സബ് ക്വസ്റ്റ്യനായിട്ടുണ്ട്. അതേപോലെ 10ാമത്തെ ക്വസ്റ്റ്യനിൽ എ ഉണ്ട്, ബി ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ എ പാർട്ടിന് 5 മാർക്ക്, ബി പാർട്ടിന് 4 മാർക്ക്. അതേപോലെ ഈ 10ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എ പാർട്ടിന് 6 മാർക്ക്, ബി പാർട്ടിന് 3 മാർക്ക്. ഇങ്ങനെ നമ്മളെ ഇഷ്ടത്തിന്, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നവരുടെ ഇഷ്ടത്തിന് 5, 4 എന്നോ 6, 3 എന്നോ വേറെ ഏതെങ്കിലും 4, 5 എന്നോ അങ്ങനെയൊക്കെ സ്പ്ലിറ്റപ്പ് ചെയ്ത് കൊടുക്കാം. അതല്ല എങ്കിൽ ഒറ്റ ക്വസ്റ്റ്യൻ അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 9 മാർക്കിന് എഴുതാൻ പറ്റുന്ന ഒറ്റ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഒറ്റ ക്വസ്റ്റ്യൻ മാത്രവും ചോദിക്കാറുണ്ട്. എന്താണെങ്കിലും നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ ആണോ നിങ്ങൾക്ക് ഒന്നുകിൽ 9ാമത്തെയോ അതല്ല 10ാമത്തെയോ സ്റ്റാർട്ട് ചെയ്യാൻ മീൻസ് അറ്റൻഡ് ചെയ്യാം. അതിൽ അറ്റൻഡ് ചെയ്യുന്നത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അല്ലാതെ 9ാമത്തെ എ പാർട്ടും 10ാമത്തെ ബി പാർട്ട് എഴുതിയിട്ട് അതിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയില്ല. മാർക്കൊക്കെ കിട്ടും, പക്ഷേ അത് വാല്യൂ ചെയ്യില്ല. ഏത് തന്നെയാണോ കൂടുതൽ മാർക്കുള്ളത് അത്ര മാത്രമേ വാല്യൂ ചെയ്യുള്ളൂ, നിങ്ങൾ ആൻസർ ഷീറ്റിലോട്ട് വരുള്ളൂ. അതുകൊണ്ട് വെറുതെ 9ഉം 10ഉം ഇൻകംപ്ലീറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യരുത്.
നിങ്ങൾക്ക് ടൈമും നിങ്ങൾ പഠിച്ചതൊക്കെ ആണെങ്കിൽ 9ഉം 10ഉം കംപ്ലീറ്റ് ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. ഏതിനാണോ മാർക്ക് കൂടുതലുള്ളത് അതാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യുക. അതേപോലെ 11ാമത്തെ ക്വസ്റ്റ്യൻ 12ാമത്തെ ക്വസ്റ്റ്യനും 2ാമത്തെ മൊഡ്യൂളിൽ നിന്നുള്ളതാണ്. ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ 5-4 5-4 ആണ്, ഈക്വലി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതും ഏതെങ്കിലും ഒരെണ്ണം കംപ്ലീറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. മൊഡ്യൂൾ 3 എന്നുള്ള ക്വസ്റ്റ്യൻ 13ാമത്തെയും 14ാമത്തെയും ക്വസ്റ്റ്യനാണ്. 5-4 5-4 എന്നുള്ള ഡിസ്ട്രിബ്യൂഷനിലാണ് പോയിരിക്കുന്നത്. ഏത് ക്വസ്റ്റ്യനാണോ നിങ്ങൾക്ക് 13 അറ്റൻഡ് ചെയ്യാം, അതല്ലെങ്കിൽ 14 അറ്റൻഡ് ചെയ്യാം. ഏതാണോ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് അതിനെ കംപ്ലീറ്റ് ആയിട്ടങ്ങ് ചെയ്തേക്കണം. മൊഡ്യൂൾ 4 എന്നുള്ള ക്വസ്റ്റ്യൻസാണ് 15 16. ഇവിടെ 15 16 എല്ലാത്തിനും തന്നെ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. എ ബി എന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓരോന്നിൻ്റെയും മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുക. ഇവിടെ 6 3 5 4 എന്നാണ് മാർക്ക് കൊടുത്തിരിക്കുന്നത്, സ്പ്ലിറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ നിങ്ങൾ എങ്ങനെ എഴുതി കഴിഞ്ഞാലും, അതായത് ഓരോ ക്വസ്റ്റ്യനെ വെച്ച് നോക്കുക. ക്വസ്റ്റ്യനിൽ പ്രിൻസിപ്പൾ ഉണ്ടാവാം, ചിലപ്പം കൺസ്ട്രക്ഷൻ ഉണ്ടാവാം, വർക്കിംഗ് ഉണ്ടാവാം. ഈ പ്രോബ്ലം ന്യൂമറിക്കൽസ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഓരോരോ സ്റ്റെപ്പ് ഉണ്ട്, ഡയഗ്രം ഉള്ളത് ചോദിക്കാം. ഇങ്ങനെ പല ക്വസ്റ്റ്യൻസിൽ ഓരോരോ ടേംസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം. ഈ ആൻസർ വാല്യുവേഷൻ ചെയ്യുന്ന സമയത്ത് സ്കീം ഉണ്ടാവും. സ്കീമിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വാല്യൂ ചെയ്യുക. ആൻസർ നിങ്ങളുടെ ബുക്ക്ലെറ്റ് വാല്യൂ ചെയ്യുക. ആ സ്കീമിൽ ഓരോരോ സ്റ്റെപ്പിനും മാർക്ക് കൊടുക്കണം എന്നാണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെങ്കിലും ഒരു കൺസ്ട്രക്ഷന്, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ കൺസ്ട്രക്ഷന്, വർക്കിംഗ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, അതിൻ്റെ ഡയഗ്രാം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഓരോ കൺസ്ട്രക്ഷൻ എഴുതിയാൽ ഇത്ര മാർക്ക്, പ്രിൻസിപ്പൾ എഴുതിയാൽ ഇത്ര മാർക്ക്, വർക്കിംഗ് എഴുതിയാൽ ഇത്ര മാർക്ക്, അഡ്വാൻറ്റേജസ് എഴുതിയാൽ ഇത്ര മാർക്ക്, ഡയഗ്രത്തിന് ഇത്ര മാർക്ക്, അങ്ങനെ ഓരോരോ പോയിൻ്റ് വെച്ചിട്ടാണ് മാർക്ക് കൊടുക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ നല്ലപോലെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. എന്തൊക്കെ പോയിൻറ്റ്സ് എന്തൊക്കെ ടോപ്പിക്കാണ്, എന്തൊക്കെ ടേംസ് അതിലുണ്ടോ അതിനനുസരിച്ച് ഒരു ചെറിയൊരു ഹെഡിങ് ഒക്കെ കൊടുത്തിട്ട് എഴുതുകയാണെങ്കിൽ ഓരോന്നിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അല്ലാതെ ഒറ്റ പാരഗ്രാഫ് പോലെ നീട്ടി വലിച്ച് എഴുതി കഴിഞ്ഞാലൊന്നും മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയില്ല. ഇവിടെ 1ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് ജസ്റ്റ് നമുക്കൊന്ന് പോവാം. ആൻസേഴ്സിന് വേണമെങ്കിൽ വേറെ ഒരു ഇതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഡീറ്റെയിൽഡ് ആയിട്ട്. പാർട്ട് എയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് എന്നുള്ള ഈ കാറ്റഗറിയിൽ ഓരോന്നിനും 3 മാർക്ക് വീതമാണ്. ഏതൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താലും 3 മാർക്കാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യുക. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഗാൽവാനിക് സീരീസ്, ഹൗ ഈസ് ഗാൽവാനിക് സീരീസ് അഡ്വാൻറ്റേജസ് ഓവർ ഇലക്ട്രോകെമിക്കൽ സീരീസ് ഇൻ കൊറോഷൻ കെമിസ്ട്രി. അപ്പോൾ നമുക്കറിയാം, ഈ ഗാൽവാനിക് സീരീസും ഇലക്ട്രോകെമിക്കൽ സീരീസും പഠിച്ച സമയത്ത് ഗാൽവാനിക് സീരീസിനാണ് കൊറോഷൻ കെമിസ്ട്രി ആയിട്ട് നമ്മൾ റിലേറ്റ് ചെയ്തുകൊണ്ട് പഠിച്ചിരിക്കുന്നത്. അലോയ്സിനെ പറ്റിയും അലോയ്സിൻ്റെ കൊറോഷൻ, അതേപോലെ മെറ്റൽസിൻ്റെയൊക്കെ കൊറോഷനൊക്കെ പറയുന്നത് ഇതിലാണ്, ഗാൽവാനിക് സീരീസിലാണ്, അല്ലാതെ ഇലക്ട്രോകെമിക്കൽ സീരീസിലല്ല. അപ്പോൾ നിങ്ങൾ എന്താണോ പഠിച്ചത് അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോകെമിക്കൽ സീരീസ് ആണെങ്കിൽ എന്തിൻ്റെ ബേസിലാണ് ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ ബേസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൊറോഷൻ എന്നുള്ളൊരു ടേം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഗാൽവാനിക് സീരീസ് എന്താണ്, ഗാൽവാനിക് സീരീസിൻ്റെ ആ ഒരു ഇതൊക്കെ വെച്ച് എഴുതി വെച്ചാൽ ഫുൾ മാർക്ക് കിട്ടും. ദെൻ വൈ ഫുൾ ചാർജിങ് ഈസ് നോട്ട് അലൗഡ് ഇൻ ലിഥിയം അയോൺ സെൽ. ലിഥിയം അയോൺ സെൽ പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ലിഥിയം അയോണിലെ ലിഥിയം ഓക്സൈഡ് ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ളൊരു എലമെൻ്റാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് x=1 എന്നുള്ളൊരു ക്വാണ്ടിറ്റി എത്തിക്കഴിഞ്ഞാൽ അത് എക്സ്പ്ലോഷൻ പോസിബിൾ, അവിടെ ഒരു ചാൻസ് ഉണ്ട്. അതിനെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഓരോ സെല്ലിലും ഓരോ മൊബൈൽ ഫോണിലും ഇൻബിൽട്ട് ആയിട്ടുള്ളൊരു സർക്യൂട്ട് ബ്രേക്കറൊക്കെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഓവർനൈറ്റൊന്നും മൊബൈൽ ഫോൺ ചാർജ് ചെയ്യരുത്, അത് എക്സ്പ്ലോഷന് ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? അതിലൊരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ലിഥിയം ഓക്സൈഡ് എന്നുള്ളൊരു കോമ്പൗണ്ട് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് അതിൻ്റെ കാരണം. പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് അത് എഴുതുക കേട്ടോ. ദെൻ റൈറ്റ് എനി 3 ആപ്ലിക്കേഷൻസ് ഓഫ് ക്വാണ്ടം ഡോട്ട്സ്. ഇതിൽ നാനോ കെമിസ്ട്രിയിൽ ആ പാർട്ടിൽ പറയുന്നതാണ്. ക്വാണ്ടം ഡോട്ട്സ്, കാർബൺ നാനോ ട്യൂബ്സ്, ഗ്രാഫീൻസ്, ഫുള്ളറീൻസ് ഒക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കി പഠിക്കുക. ഡിഫൈൻ ഗ്രാഫീൻ ആൻഡ് റൈറ്റ് എനി 2 പ്രോപ്പർട്ടീസ്.
ഈ ഗ്രാഫിൻ്റെ സ്ട്രക്ചർ ക്ലാസ്സിൽ പഠിച്ചതായിരിക്കും നിങ്ങൾ. ദാറ്റ് മീൻസ് ഒരു ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്, വരയ്ക്കാൻ ഈസിയാണ്. അത് വെച്ചിട്ട് അതിൻ്റെ ഒരു ഡെഫിനിഷൻ കൊടുക്കുക. ദെൻ ഏതെങ്കിലും 2 പ്രോപ്പർട്ടിയും പറയാം. എങ്കിൽ മാത്രമേ ഫുൾ മാർക്ക്, അതായത് 3 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. ദെൻ എക്സ്പ്ലെയിൻ ദി റോൾ ഓഫ് കോൺജുഗേഷൻ ഇൻ അബ്സോർപ്ഷൻ മാക്സിമം വിത്ത് ആൻ എക്സാമ്പിൾ. ഇവിടെ എക്സാമ്പിൾ റോൾ ഓഫ് കോൺജുഗേഷൻ ഇതിൽ എക്സാമ്പിൾ പറയുമ്പോൾ ലൈക്കോപ്പിൻ, അതായത് ടൊമാറ്റോയിലുള്ള ലൈക്കോപ്പിൻ എന്നുള്ളതുണ്ട് കളേർഡ് കോമ്പൗണ്ടായിട്ട് വരുന്നത്. ലൈക്കോപ്പിൻ്റെ കളർ എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളതും അതിൻ്റെ അബ്സോർപ്ഷൻ മാക്സിമം ടെക്സ്റ്റ് ബുക്കിൽ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതാണ് എക്സാമ്പിൾ വെച്ച് അവിടെ പറയാനുള്ളത്. പിന്നെ വേണമെങ്കിൽ കോൺജുഗേഷൻ കൂടുതലുള്ളതും കോൺജുഗേഷൻ കുറഞ്ഞയും കോമ്പൗണ്ട്സിനെ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ബെൻസീൻ, അതേപോലെ നാഫ്തലിൻ, ബെൻസീൻ, നാഫ്തലിനൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കോൺജുഗേഷൻ എണ്ണം കൂടുന്നതിനനുസരിച്ച് അവിടെ ലാംഡ മാക്സും കൂടുന്നു എന്നുള്ളത്. ദെൻ റൈറ്റ് ദ ക്രൈറ്റീരിയ ഫോർ എ മോളിക്യൂൾ ടു ബി IR ആക്റ്റീവ്. IR സ്പെക്ട്രോസ്കോപ്പി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചതായിരിക്കും. IR ആക്റ്റീവ് ആവണമെങ്കിൽ 2 കണ്ടീഷൻ ഒബേ ചെയ്യണം. ദാറ്റ് മീൻസ് പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റുള്ള കോമ്പൗണ്ട് എന്തായാലും IR ആക്റ്റീവ് ആയിരിക്കും. അതല്ല എങ്കിൽ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ് ഡ്യൂറിങ് വൈബ്രേഷൻ. ഈ 2 കണ്ടീഷനാണ് എന്ത് IR ആക്റ്റീവ് ആവാനുള്ള ക്രൈറ്റീരിയ. ഇലസ്ട്രേറ്റ് ബ്രേക്ക് പോയിൻറ്റ് ക്ലോറിനേഷൻ. ഇത് 4th മൊഡ്യൂളിലെ ക്വസ്റ്റ്യനാണ്. ബ്രേക്ക് പോയിൻറ്റ് ക്ലോറിനേഷനിൽ നിങ്ങളൊരു ഡയഗ്രാം, ഒരു ഗ്രാഫൊക്കെ ഉണ്ട്, 4 സോൺ വെച്ചുള്ള ഗ്രാഫൊക്കെ ഉണ്ട്. ക്ലോറിൻ ആഡ് ചെയ്യുന്ന സമയത്തുള്ള ഒരു എത്രത്തോളം ക്ലോറിൻ ആഡ് ചെയ്യണം, ഡിസിൻഫെക്ഷൻ നടക്കാനൊക്കെ ഉള്ളത് വെച്ചിട്ടുള്ളൊരു ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫ് വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ദെൻ വാട്ട് ആർ ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒക്കെ ചെറിയ ക്ലാസ് മുതലേ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഈസി ആയിട്ടുള്ളതാണ്, അതും എഴുതി വെക്കുക. ദെൻ പാർട്ട് ബിയിൽ ഓരോ ക്വസ്റ്റ്യനും 9 മാർക്കിൻ്റെയാണ്. ഓരോ മൊഡ്യൂളിനും നിങ്ങൾ 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. അത് നിങ്ങൾക്ക് അവിടെ ഓപ്ഷനാണ് 9 10. മൊഡ്യൂൾ 1ൽ നിന്ന് 9 10 ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. ഇതിൽ അവിടെ ഈ പാർട്ട് ബിയിൽ നിന്ന് 36 മാർക്കാണ് വരുന്നത്. ഇവിടെ പാർട്ട് എയിൽ നിന്ന് 24 മാർക്സ്. ടോട്ടൽ 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നിങ്ങൾ റിട്ടേൺ ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ, പാർട്ട് ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മൊഡ്യൂൾ 1ൽ നിന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഹൗ ഈസ് ഇലക്ട്രോലൈസ് കോപ്പർ പ്ലേറ്റിംഗ് ഡൺ? റൈറ്റ് ദ റിയാക്ഷൻസ് ഇൻവോൾവ്ഡ്. ഹൗ ഈസ് ഇലക്ട്രോലൈസ് കോപ്പർ പ്ലേറ്റിംഗ് ഡൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോപ്പർ പ്ലേറ്റിങ്ങിൽ ഇലക്ട്രോലൈസ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് യൂസിങ് ഇലക്ട്രിസിറ്റിയാണ് എന്ത് ഇലക്ട്രോലൈസ് കോപ്പർ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെയും സ്റ്റെപ്പ് വൈസ് ആയിട്ട് കുറേ സ്റ്റെപ്പുകൾ പറഞ്ഞുകൊണ്ട് ഇവിടെ എക്സ്പ്ലനേഷൻ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കണം, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് ഓരോ സ്റ്റെപ്പായിട്ട് എഴുതുന്നതിനും റൈറ്റ് റിയാക്ഷൻസ് ഇൻവോൾവ്, ഓരോ റിയാക്ഷൻ അതിലുള്ള റിയാക്ഷൻസ് ഉണ്ട്, ആ ഒരു റിയാക്ഷനും എല്ലാം മെൻഷൻ ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഫുള്ളായിട്ടുള്ള 5 മാർക്സും സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. സ്കീം എന്നുള്ളൊരു സംഭവമുണ്ട് വാല്യുവേഷൻ സമയത്ത്, ആ സ്കീം വെച്ചിട്ടാണ് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുക. അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിനെ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓരോ ടേംസ് എന്താണെന്ന് നോക്കുക. ആ ടേംസ് ഒരു സൈഡ് ഹെഡിങ് ആയിട്ട്, കൺസ്ട്രക്ഷൻ ആണെങ്കിൽ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് സൈഡ് ഹെഡിങ് ആയിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴെ കുറച്ച് കൊടുക്കുക. ദെൻ പ്രിൻസിപ്പൽ ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രിൻസിപ്പൽ നിന്നൊരു വേർഡ് ഉണ്ടെങ്കിൽ പ്രിൻസിപ്പൽ നിന്ന് കൊടുക്കുക. എന്നിട്ട് ആൻസർ ചെയ്യുക. അങ്ങനെ ഒരു പ്രോപ്പർ വേ കൂടെ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ ചെയ്യുന്ന ആൾക്ക് നല്ലൊരു ഇമ്പ്രഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആ പോയിൻ്റ് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്കും സ്കോർ ചെയ്യാം. അല്ലാതെ ഒരു പാരഗ്രാഫായിട്ട് മൊത്തമായിട്ട് അങ്ങോട്ട് ഒരു എന്താ പറയുക, ഒരു പ്രിൻസിപ്പളും ഇതൊന്നും എഴുതാതെ പോയിൻ്റൊന്നും അല്ലാതെ അങ്ങോട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയില്ല. ദെൻ 9ാമത്തെ ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യനാണ്. എക്സ്പ്ലെയിൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് pH വിത്ത് എ നീറ്റ് ഡയഗ്രാം. pH ഡിറ്റർമിൻ ചെയ്യുന്നതിൻ്റെ ഒരു നീറ്റ് ഡയഗ്രാം വെച്ചിട്ട് എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും ഡയഗ്രാം വരയ്ക്കുക. ഡയഗ്രാം എന്നുള്ളത് കൊണ്ട് തന്നെ ഡയഗ്രത്തിന് മാർക്കുണ്ട്, പിന്നെ ഓരോരോ സ്റ്റെപ്പിനും മാർക്കുണ്ട്. അതൊക്കെ 1ാമത്തെ മൊഡ്യൂൾ നമ്മൾ പ്രോപ്പറായിട്ട് പഠിച്ചതാണ്. ദെൻ സെക്കൻഡ് 10ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ construction and working of a calomel electrode as a reference electrode. We know that reference electrodes
ഡിഫറെൻറ്റ് റെഫറൻസ് ഇലക്ട്രോഡ്സ് നമ്മൾ പഠിച്ചതാണ്. കലോമൽ അങ്ങനെ പറഞ്ഞിട്ട് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡൊക്കെ പഠിച്ചതാണ്. ഈ കലോമൽ ഇലക്ട്രോഡിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡയഗ്രാം വരച്ചിട്ട് അതിൽ തന്നെ അതിൻ്റെ വർക്കിംഗ് കൺസ്ട്രക്ഷനൊക്കെ കൊടുക്കുക. ദെൻ അവിടെ കലോമൽ ഇലക്ട്രോഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള ഒരു ടേബിൾ തന്നെ നിങ്ങൾ പഠിച്ചതാണ്. സാച്ചുറേറ്റഡ് കലോമൽ ഇലക്ട്രോഡ്, നോർമൽ കലോമൽ ഇലക്ട്രോഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ അതിൻ്റെ വാല്യൂ ഒക്കെ കൊടുക്കുക. ദെൻ പത്താമത്തെ ക്വസ്റ്റ്യൻ സെക്കൻഡ് പാർട്ട്. വാട്ട് വിൽ ബി ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് നിക്കൽ 2+ bar nickel electrode if the cell potential of the cell nickel bar nickel 2+ 1 molar Cu2 plus 0.1 molar Cu is 0.59 volt at 25 degrees Celsius. A0 of Cu2 plus bar Cu is 0.34 volt. ഇതിൽ ഡയറക്റ്റ് നോൺസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്രോബ്ലമാണ്. സ്റ്റെപ്പായിട്ട് കൊടുക്കുക. ലാസ്റ്റ് കിട്ടുന്ന ആൻസറിനൊക്കെ അതിൻ്റെ യൂണിറ്റ് എന്താണെന്നൊക്കെ കൊടുത്തിട്ട് റിസൾട്ടൊക്കെ പ്രോപ്പറായിട്ട് എഴുതുക. എന്നിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഇവിടെ വരുന്നത് 3 മാർക്കാണ്. ദെൻ മൊഡ്യൂൾ 2 ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രൈബ് ദ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് ഡൈ സെൻസിറ്റൈസ്ഡ് സോളാർ സെൽസ്. ഇത് ഈ 2024 സ്കീമിലെ പുതിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഡൈ സെൻസിറ്റൈസ്ഡ് സോളാർ സെല്ല് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. സോളാർ സെല്ലിൽ തന്നെ ഇവിടെ ഡൈ സെൻസിറ്റൈസ്ഡ് എന്ന് പറയുന്നത് കൊണ്ട് ഒരു പെർട്ടിക്കുലർ ഡൈ യൂസ് ചെയ്തുകൊണ്ട്, ഓർഗാനിക് ആയിട്ടുള്ള ഡൈ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ സൺലൈറ്റിനെ ക്യാച്ച് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റിയാക്ഷൻ അവിടെ നടന്നിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുക ചെയ്തത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറൊക്കെ ഉണ്ട്. ആ സ്ട്രക്ചറൊക്കെ വരച്ചിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുക. അവിടെ വരുന്നത് 5 മാർക്കാണ്. ദെൻ 11th B. Explain the chemical reduction methods used for the synthesis of nanomaterials. ഇവിടെ 4 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. നാനോ മെറ്റീരിയൽസിൻ്റെ കെമിക്കൽ റിഡക്ഷൻ മെത്തേഡ്സിലെ ആ ഒരു എക്സ്പ്ലനേഷനാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ് സിൽവറിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനൊക്കെ. ആ സിൽവർ നൈട്രേറ്റൊക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു മെത്തേഡ് പ്രിപ്പറേഷനൊക്കെ ഉണ്ട്. അത് പഠിച്ചു പോവുക. അല്ല, ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക. 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ദെൻ 12th ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ദ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് ഓർഗാനിക് LED. OLED ഓർഗാനിക് LEDൻ്റെ ക്രോസ് സെക്ഷണൽ ഡയഗ്രം ഉണ്ട്. ഓരോ ലെയേഴ്സും എന്താണെന്ന് പറയാം. ആ ലെയേഴ്സ് അതിൻ്റെ കൺസ്ട്രക്ഷൻ പറയാം. ഓർഗാനിക് LEDൻ്റെ കൺസ്ട്രക്ഷൻ പ്രോപ്പറായിട്ട് ഹെഡിങ് കൊടുത്തിട്ട് തന്നെ കൺസ്ട്രക്ഷൻ എഴുതുക. ദെൻ അതിൻ്റെ ഓരോരോ വർക്കിംഗ് എങ്ങനെയാണ് നമുക്ക് വിത്തിൻ സെക്കൻഡിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റൊക്കെ കിട്ടുന്നതെന്നൊക്കെ ഉള്ളത് അതിൻ്റെ എക്സ്പ്ലനേഷനിൽ കൂടെ തന്നെ മനസ്സിലാക്കുക. ദെൻ 12th B. റൈറ്റ് എ നോട്ട് ഓൺ ഫയർ റിട്ടാർഡൻറ്റ് പോളിമേഴ്സ് വിത്ത് എക്സാമ്പിൾസ്. നിങ്ങൾ ഫയർ റിട്ടാർഡൻറ്റ് പോളിമേഴ്സിൻ്റെ സ്ട്രക്ചേഴ്സ് പ്രോപ്പറായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിൾ പഠിക്കാതെ ഒരിക്കലും എക്സാമിന് പോകരുത്. എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേം തന്നെയാണ് ഈ ഫയർ റിട്ടാർഡൻറ്റ് പോളിമേഴ്സ്. ഇന്നോവേറ്റീവായിട്ട് യൂസ് ചെയ്യുന്നതും കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഫയർ റിട്ടാർഡൻറ്റ് പോളിമേഴ്സിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് പോകണം. അതിൻ്റെ എക്സ്പ്ലനേഷൻ അതിനെ പറ്റിയുള്ള കുറച്ച് നോട്ടും മനസ്സിലാക്കി വെച്ചിട്ട് പോയിക്കോളാം. ദെൻ ഔട്ട്ലൈൻ ദ വർക്കിംഗ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് DETA. തെർമൽ അനാലിസിസ് ആണ്. മൊഡ്യൂൾ 3 എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതൊരു പുതിയ ടോപ്പിക്കാണ്. അതും നല്ലപോലെ പഠിച്ചിട്ട് പോയിക്കോ എക്സാം എഴുതാം. ദെൻ ഡ്രോ ദ വൈബ്രേഷൻ മോഡ്സ് ഓഫ് CO2 ആൻഡ് H2O ആൻഡ് എക്സ്പ്ലെയിൻ ദ IR ആക്റ്റീവ് മോഡ്സ്. ഇവിടെ CO2ൻ്റെ H2ൻ്റെ വൈബ്രേഷൻ മോഡ്സ് ആണ് നിങ്ങൾ സിലബസിൽ പഠിക്കാനുള്ളത്. ലീനിയർ കോമ്പൗണ്ട്സിൻ്റെയും നോൺ ലീനിയർ കോമ്പൗണ്ട്സിൻ്റെയും നമ്പർ ഓഫ് വൈബ്രേഷൻ മോഡ്സ് കാണാനുള്ള ഈക്വേഷൻ നിങ്ങൾ പഠിച്ചതാണ്. 3n-5 എന്നും 3n-6 എന്നും ആ ഈക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് എത്ര നമ്പർ ഓഫ് വൈബ്രേഷൻ മോഡ്സ് ഓരോന്നിനും പോസിബിൾ ആണ് എന്ന് നോക്കുക. ഇതിൽ ഏതൊക്കെയാണ് IR ആക്റ്റീവ് എന്നുള്ളത് പറയാം. Then write the principle behind the SEM analysis. Also give a schematic diagram of SEM instrument. ഇവിടെ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ്. ഒരു ഇലക്ട്രോൺ ബീമിനെ ഒരു സബ്സ്റ്റൻസിൽ ഒരു സാമ്പിളിലോട്ട് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ആ സാമ്പിളിൻ്റെ ഇൻറ്റേർണലി ആയിട്ടുള്ളതും എക്സ്റ്റേർണലി ആയിട്ടുള്ള പ്രോപ്പർട്ടീസിനൊക്കെ മനസ്സിലാക്കുന്നത് സ്റ്റഡി ചെയ്യുന്നൊരു മെത്തേഡാണിത്. സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് നോർമലി ആയിട്ടുള്ള മൈക്രോസ്കോപ്പ് പോലെയല്ല. ഇതിൻ്റെ ഒരു നമ്മൾ ഏത് സാമ്പിളാണോ എടുക്കുന്നത് ആ സാമ്പിളിൻ്റെ സർഫസ് ക്യാരക്ടറൈസേഷനും അതേപോലെ മിനറൽസിനെ പറ്റിയും അതിൻ്റെ ഓർസിനെ പറ്റിയും അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറിനെ പറ്റിയൊക്കെ ഏകദേശം
ഏകദേശം ഒരു സ്റ്റഡി നടത്താൻ കഴിയുന്ന ഒരു മൈക്രോസ്കോപ്പാണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇവിടെ ഇലക്ട്രോൺ ബീമാണ് നമ്മൾ അതിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ദെൻ ഡിറ്റക്ടറിൽ നമുക്കതിൻ്റെ ഡിഫറെൻറ്റ് ഇമേജസ് കിട്ടുന്നുണ്ട്. ദെൻ ബി ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് UV വിസിബിൾ സ്പെക്ട്രോമീറ്റർ. ഇവിടെ നിങ്ങൾ ലാബിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ളതാണ് UV വിസിബിൾ സ്പെക്ട്രോമീറ്റർ. അത് വെച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെത് ഏകദേശം ഐഡിയ കിട്ടും. പിന്നെ അതേപോലെ ബ്ലോക്ക് ഡയഗ്രം ഉണ്ട്, ആ ബ്ലോക്ക് ഡയഗ്രം വരച്ചിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുക, അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ പാർട്ടൊക്കെ എഴുതുക. ഇതാണ് ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക. ദെൻ 15th A മൊഡ്യൂൾ 4 എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് അടുത്തത്. 15th 16th എക്സ്പ്ലെയിൻ അയോൺ എക്സ്ചേഞ്ച് പ്രോസസ് ഓഫ് സോഫ്റ്റനിങ് ഓഫ് വാട്ടർ. ഈ ഹാർഡ് വാട്ടറിനെ സോഫ്റ്റനിങ് ചെയ്തുകൊണ്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഹെവി മെറ്റൽസൊക്കെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സോഫ്റ്റനിങ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ്, റിവേഴ്സ് ഓസ്മോസിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സൊക്കെ ഉണ്ട്. ഇതൊക്കെ പ്രോപ്പറായിട്ട് തന്നെ പഠിച്ചു പോയിക്കൊള്ളുക. ദെൻ ലിസ്റ്റ് ഔട്ട് എനി 3 മെറ്റീരിയൽസ് 3 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. ഇവിടെ 4th മൊഡ്യൂളിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിനെ പറ്റി പറയുന്നുണ്ട്. അവിടെ 14 ഗോൾസാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആ 14 ഗോൾസിൽ ഓൺലി 3 ആണ് ചോദിച്ചിരിക്കുന്നത്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് 3 ഗോൾസ് നിങ്ങൾ എഴുതിയാൽ മതി. അതിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 or 6 ഒരു 10 നിങ്ങൾ പഠിച്ചു പോയിക്കൊള്ളുക. ഈസി ആയിട്ടുള്ളത് പഠിച്ചാൽ മതി. ദെൻ ഡിസ്ക്രൈബ് UASP പ്രോസസ്സ്. UASP പ്രോസസ്സും അതേപോലെ മൊഡ്യൂൾ 4 എന്നുള്ള ക്വസ്റ്റ്യനാണ്. ഡയഗ്രമൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഡയഗ്രമൊക്കെ പ്രോപ്പറായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ BOD ആൻഡ് COD, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഇങ്ങനെ ഇതിൻ്റെ ഡിഫറൻസിയേഷനും അതിൻ്റെ ഡെഫിനിഷനും എന്താണെന്നൊക്കെ ഉള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഞങ്ങൾക്ക് 36 മാർക്സാണ് പാർട്ട് ബി എന്ന് സ്കോർ ചെയ്യുന്നത്. അതേപോലെ 24 മാർക്സ് പാർട്ട് എ എന്നും. ഇങ്ങനെ ഈ ഒരു നമ്പറിംഗ് ഒക്കെ സെയിം തന്നെയായിരിക്കും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാം വരുന്ന സമയത്ത്. 1 മുതൽ 8 വരെ പാർട്ട് എ എന്നുള്ളതും കമ്പൽസറി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓരോന്നിനും 3 മാർക്ക്. ദെൻ 9, 10 എന്ത് തന്നെയാണെങ്കിലും മൊഡ്യൂൾ 1 നിന്ന്, 11, 12 മൊഡ്യൂൾ 2 നിന്ന്, 13, 14 മൊഡ്യൂൾ 3, 15, 16 മൊഡ്യൂൾ 4 നിന്ന്. ഇങ്ങനെ ടോട്ടൽ 16 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനുള്ളത്. കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും നല്ലപോലെ ഇമ്പോർട്ടൻസ് ഓരോ മൊഡ്യൂളിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഒന്നും തന്നെ ഒമിറ്റ് ചെയ്യാനില്ല എന്നുള്ളതിൽ തന്നെ എക്സാം എഴുതാൻ പോവുക. ഓൾ ദി ബെസ്റ്റ്.